ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമ്മളൊരു ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് പുട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന യൂണിറ്റ് ടേസ്റ്റിൻ്റെ പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുപൊടി യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ യൂണിറ്റ് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെന്താ, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു പുട്ടുപൊടി യൂണിറ്റ് ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇവരുടെ ഒരു ഗോതമ്പ് പൊടിയാണ് ആദ്യമേ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് ബാക്കി ഇരുന്ന പുട്ടെടുത്ത് നോക്കിയപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂണിറ്റ് ടേസ്റ്റ് തന്നെ എപ്പോഴും പുട്ടുപൊടി മേടിക്കുന്നത്. പൊതുവേ ഞാനങ്ങനെ പുട്ട് ഫാനൊന്നല്ല, പക്ഷേ എന്നാലും ഇതെനക്ക് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സിറ്റുവേഷനിൽ പുട്ടുണ്ടാക്കാനാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ യൂണിറ്റ് ടേസ്റ്റ് തന്നെ മിക്കപ്പോഴും മേടിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ യൂണിറ്റ് ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, പാലാണ് ഒഴിക്കുന്നത്. അതായത് വെള്ളത്തിന് പകരം നമ്മൾ പാലൊഴിച്ചിട്ടാണ് പുട്ടുപൊടി കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത്. അത് നന്നായിട്ട് പാലൊഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മൾ ഈ പുട്ടിന് തേങ്ങ ഒരുപാടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. എനിക്ക് പൊതുവേ തേങ്ങ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മളുടെ പാല് കാച്ചി വെച്ചിട്ട് അത് തണുക്കുമ്പോൾ അതെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നൊന്നുമില്ല. കാച്ചി വെച്ച പാല് ചൂടാറി കഴിയുമ്പോൾ അതൊഴിച്ചിട്ട് നന്നായിട്ട് നനച്ചെടുക്കുക. അപ്പോൾ ഈ പുട്ട് എപ്പോഴും സോഫ്റ്റായിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടത് കുഴച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ പുട്ടിന് കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം അല്ലെങ്കിൽ പാലാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇളക്കി കൊടുക്കുമ്പോൾ കട്ടകളുണ്ടോ, കട്ട കുത്തുന്ന ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കട്ടകളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഉടച്ചുടച്ച് എടുത്തു കൊടുക്കണം. അപ്പോൾ ഈ കട്ട എല്ലാം ഉടഞ്ഞ് വരുമ്പോൾ തന്നെ എന്താവും, നമ്മുടെ ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ പുട്ടിൽ കുഴയ്ക്കുന്നതിലും ഇരിക്കുക കുറച്ച് കാര്യം. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചോപ്പറിൽ ഇട്ടിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് വേറൊരു രീതിയിലേക്കായി പോകും. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തിടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ അതും നോക്കുക കേട്ടോ. നമ്മൾ ഈ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതൊരു കുഴയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഈ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പുട്ടുപൊടിയിൽ വെള്ളം ഒരുപാടായി പോയെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പുട്ടുപൊടി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം ആ മാവിലേക്ക് നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്കത് വീണ്ടും ഇതേപോലെ കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഓരോരോ കട്ടയും ഉടച്ച് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് നമ്മളുടെ കുറ്റിയിലേക്ക് ക്യാരറ്റും അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ട് കുറ്റിയിൽ നിറച്ച് ഒരു ആവി വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്യാരറ്റ് പുട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പിട്ട് തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പിള്ളേരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല